ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന് പറയുന്ന പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇതുവരെ ചെയ്തിരുന്നത് പേജ് നമ്പർ ഏതാ ചെയ്തിരുന്നത്? പേജ് നമ്പർ ജസ്റ്റ് എ മൊമെന്റ്. നമ്മളിപ്പോൾ ചെയ്തിരുന്നത് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 202 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നത്. അതിൽ 3 ചോദ്യങ്ങൾ ചെയ്തു. അതിലെ 4ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 4ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂടാ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കേ. x² - 2x - 1 എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ x² - 2x - 1 എന്ന ബഹുപദത്തിന്റെ ഓക്കെ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇതിലെ ഗ്രാഫുകൾ, 2 ഗ്രാഫുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതായത് ഒന്നാം കൃതി ബഹുപദത്തിന്റെ ഗ്രാഫ്, അതേപോലെ തന്നെ 2ാം കൃതി ബഹുപദത്തിന്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്ന് പറയാം. ഓക്കെ, സോ നമ്മളൊരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ് ഓക്കെ ആണല്ലോ. അതായത് നമ്മളെ ഒന്നാം കൃതി ബഹുപദം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ലൈക്ക് ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇത് ആക്സിസ് ആണ് വരയ്ക്കുന്നത് കേട്ടോ. ആക്സിസ്, അക്ഷം എന്ന് പറയും. എന്ത് അക്ഷമാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്? ഇത് എക്സ് എന്ന് പറയുന്ന ആക്സിസ് ആണ്. ഇത് വൈ എന്ന് പറയുന്ന ആക്സിസ് ആണ്. ഓക്കെ, ഇത് എക്സും ഇത് വൈയും ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എക്സ് ആക്സിസും വൈ ആക്സിസും. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും. ഇപ്പോൾ ഇതിന് പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഇവിടെ വൈ എന്നും, ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിനെ വൈ ഡാഷ് എന്നും, ഇത് നമുക്ക് എക്സ് എന്നും, ഇതിനെ എക്സ് ഡാഷ് എന്നും പറയാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒന്നാം കൃതിയുടെ ഗ്രാഫുകൾ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഗ്രാഫുകൾ വരയ്ക്കുക. ഇറ്റ് മൈറ്റ് ബി എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള 2ാം കൃതിയുടെ ആണ്. 2ാം കൃതി ബഹുപദത്തിന്റെ ഒക്കെ നമ്മൾ ഗ്രാഫുകൾ വരയ്ക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ലൈക്ക് ഇതുപോലെ ആയിരിക്കും. ഇങ്ങനൊരു പിക്ചർ ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ പോയിന്റുകൾ ഏതാണെന്നാണ്. ഈ പോയിന്റ്, അതേപോലെ തന്നെ ഈ പോയിന്റുകളുടെ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ആക്സിസിലുള്ള ഈ പോയിന്റുകളുടെ വാല്യൂ. ഇത് y എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. എക്സ് ആക്സിസിൽ ഇതിന്റെ വാല്യൂ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആകെ ഇത്രേ മനസ്സിലാക്കണ്ടുള്ളൂ. എന്ത് നിങ്ങൾ മനസ്സിലാക്കണം? നോക്കിക്കേ, ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതല്ല നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഒന്നാം കൃതിയുടേതാണ്. ഇതല്ല ആവശ്യമുള്ളത്, നമുക്ക് ഇതാണ് ആവശ്യമുള്ളത്. ഈ പോയിന്റുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ പോയിന്റുകൾ, കോർഡിനേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇതുപോലെ നമ്മുടെ ഈ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് എക്സാമിന് ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് ഒന്ന് വരച്ച് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. നോക്കിക്കേ, ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ടൈപ്പ് വരും. ഈ പോയിന്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതിൽ y 0 ആണെന്ന് അറിയാം, നമുക്ക് ഇതിൽ x കാണണം. ഓക്കെ, ഇന്ന് എഗെയിൻ നമ്മുടെ ചോദ്യത്തിലോട്ട് പോവാം. x² - 2x - 1, x² - 2x - 1. ഓക്കെ, ഇതാ നമുക്ക് ചെയ്തു തുടങ്ങാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? x² - 2x - 1. ഓക്കെ, ആ ഗ്രാഫ് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയ്യോ ഗ്രാഫ് ആണല്ലോ, ഇനി ഇതിപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഗ്രാഫ് നിങ്ങൾ മനസ്സിലെടുക്കുക, അത് ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന പോലെ തന്നെ x² - 2x - 1 = 0 എന്ന് കൊടുക്കുക. ഇനിയൊക്കെ നമ്മൾ മുന്നേ ചെയ്തിരുന്ന അതേ സെയിം പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ. എന്നിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് 2 സംഖ്യകൾ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത്, ദാറ്റ് ഈസ് a × b ആണ്. ഇതെന്ന് പറയുന്നത് a + b ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. -1 കിട്ടണം. -1 കിട്ടാനായിട്ടുള്ള ഏതൊക്കെ സാധ്യതകളുള്ളത്? -1 കിട്ടണമെങ്കിൽ ഒന്നുകിൽ -1 × 1 അല്ലെ, ഈ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അത് 2 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -2 കിട്ടണം. അപ്പോൾ നോക്കിക്കേ, -1 + 1 = 0 വരുന്നേ. എന്ത് വരില്ല? നമുക്ക് -2 വരില്ല. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിൽ എന്തോ സംതിങ് ട്രബിൾ ഉണ്ട്. അതായത് 2 സംഖ്യകൾ ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1 വരണം. അതേ 2 സംഖ്യകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടിക്കഴിഞ്ഞാൽ -2 വരണം. അത് കിട്ടില്ല, നമുക്ക് ഉറപ്പാണ്. മനസ്സിലായോ? അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു സംഖ്യ ഇവിടെ ആഡ് ചെയ്യാം. x² - 2x - 1 എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പൂർണ്ണവർഗത്തിന്, അതായത് ഒരു +1 ആഡ് ചെയ്തു. ഓക്കെ, ഒരു +1 ആഡ് ചെയ്തു. ബാക്കി എന്താണ് അവിടെ? -1 ഉണ്ട്, അത് അതേപോലെ തന്നെ എഴുതി വെച്ചു.
ഇസ് ഈക്വൽ ടു ഓക്കെ ആൻഡ് അഗെയിൻ ഒന്നുകൂടി നോക്കിക്കേ, ഈ ഒരു ഈക്വേഷൻ കണ്ടോ, ഇത് കണ്ടോ, എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1, അതും ഇതും നമ്മൾ വ്യത്യാസം എന്താ, ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു +1 ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 മൈനസ് 1. ഓക്കെ, മനസ്സിലായല്ലോ. ഇസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി എന്തുണ്ടായിരുന്നു, 0 ആയിരുന്നു. നമ്മൾ ഈ സൈഡിൽ ഒരു 1 കൂട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിലും 1 കൂട്ടണം. മനസ്സിലായോ? ഇതുവരെ ക്ലിയർ ആണോ നോക്കിക്കേ. ഒന്നുമില്ല, നമ്മൾ ആദ്യം നമ്മുടെ ചോദ്യത്തിൽ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 എന്നുള്ളതാണ്. ഈ രണ്ട് സംഖ്യകൾ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടണം. ഏതോ രണ്ട് സംഖ്യകൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആ സംഖ്യകൾ തന്നെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2 കിട്ടണം. പക്ഷെ അത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പൂർണ്ണവർഗമായിട്ടുള്ള 1നെ നമ്മൾ കൊണ്ടുവന്നു. ഇവിടെ 1 ആഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തും 1 ചെയ്യണം. അതായത് ഈ സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെ അവിടെയും ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1, ഈ -1 ഇല്ലേ അതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അവിടെ ഓൾറെഡി എന്ത് കിടക്കുന്നുണ്ട്, 1 കിടക്കുന്നുണ്ട്. ഈ -1നെ അങ്ങോട്ട് കൊണ്ടുപോകാം. -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. ഓക്കെ, സോ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 + 1 ഇസ് ഈക്വൽ ടു 2. ഇനി ഈ ഒരു ഈക്വേഷൻ നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് മനസ്സിലായി, ഇത് കിടക്കുന്നത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ് കിടക്കുന്നത്. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, ഇതിന് നമുക്ക് എഴുതാം എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 2. ഓക്കെ, ഇസ് ഈക്വൽ ടു 2. അങ്ങനെ എഴുതിക്കാൻ നമുക്ക് എഴുതാം എക്സ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു ഈ 2 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത്, അതായത് സ്ക്വയർ ആയിട്ട് കിടക്കുന്നത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, റൂട്ട് എന്ന് കിട്ടും. എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു √2 എന്ന് കിട്ടും. ഓക്കെ, സോ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു √2. ഒന്നുകിൽ √2 ആവാം, അല്ലെങ്കിൽ എന്താവാം, -√2 ആവാം. രണ്ട് ഉത്തരങ്ങളുണ്ട് കേട്ടോ, ഒന്നുകിൽ √2 അല്ലെങ്കിൽ -√2. ഓക്കെ, എക്സ് മൈനസ് 1 രണ്ട് വാല്യൂസ് കിട്ടി. എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു √2 എന്നും കിട്ടി. അതേപോലെ തന്നെ എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു -√2 എന്നും കിട്ടി. ഓക്കെ, ഇതിൽ നിന്ന് എക്സ് കാണണം. എക്സ് ഇസ് ഈക്വൽ ടു ഈ 1 ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താവും, ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. സോ 1 + √2. ഓക്കെ, ഇവിടെയോ, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ഈ -1 അങ്ങോട്ട് പോകുമ്പോൾ 1 ആവും. ഇവിടെ മൈനസ് എടുക്കുന്നുണ്ട്, അത് എഴുതി. ഓക്കെ, √2. സോ രണ്ട് വാല്യൂസ് കിട്ടിയില്ലേ. എക്സിന് ഏതൊക്കെ വാല്യൂസ് വരുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു 1 + √2, എക്സ് ഇസ് ഈക്വൽ ടു 1 - √2. ഓക്കെ, ഇപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് എഴുതും, ഇങ്ങനെയാണല്ലോ ഗ്രാഫുകൾ വന്നിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണത്തിന് ഈ പോയിന്റിന് നമുക്ക് 1 + √2, 0 0 എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റിന് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ 1 - √2, 0 ഇങ്ങനെ എഴുതാം. ഇത്രയേ ഉള്ളൂ, ഫിനിഷ്. ഓക്കെ, സോ നമ്മൾ ആ ഒരു പേജിലത്തെ ക്വസ്റ്റൻസ് എല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 5 ക്വസ്റ്റൻസ് കൂടി ഉണ്ട്, അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കിക്കേ, ഈ ഒരു ഈക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. ഏതൊക്കെയായിരുന്നു, a + b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a + b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ + 2ab + b സ്ക്വയർ. അതേപോലെ തന്നെ a - b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ - 2ab + b സ്ക്വയർ. ഈ രണ്ട് ഈക്വേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. So that's all for today. Thank you so much for being with me. Thank you.